നിങ്ങളുടെ മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് എങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യാൻ കഴിയുക? തടസ്സം നിൽക്കുന്ന ഓരോ ബിഹേവിയറിനെയും, നിങ്ങളെ പരാജയത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന തെറ്റായ ബാഡ് ഹാബിറ്റുകൾ ഓരോന്നും മാറ്റി അവിടെ ഊർജ്ജസ്വലതയുടെ, ആത്മാർത്ഥതയുടെ, കഠിനാധ്വാനത്തിൻ്റെ, നിത്യപരിശ്രമത്തിൻ്റെ ലക്ഷ്യം കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് കുതിക്കാൻ കഴിയുന്ന നല്ല ഹാബിറ്റുകൾ സ്ഥാപിച്ച് നിങ്ങളുടെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യുന്നത് വഴി നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങളെ തന്നെ പ്രോഗ്രാം ചെയ്തുകൊണ്ട് സ്വന്തമാക്കാൻ കഴിയുക തന്നെ ചെയ്യും. അതിന് പരിശീലിപ്പിക്കുകയാണ് സെൽഫ് മാസ്റ്ററിയിലൂടെ. ഇത് മാജിക്കോ മന്ത്രമോ ഒന്നുമല്ല. നമ്മളുടെ മനസ്സിനുള്ളിൽ നമുക്കെല്ലാവർക്കും സ്വന്തമായിട്ടുള്ള അപാരമായ കഴിവിനെ, അപാരമായ സിദ്ധിയെ പുറത്തെടുക്കാൻ പരിശീലിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, നിങ്ങളുടെ ജീവിതത്തിൽ എത്ര ദിവസം കഴിഞ്ഞുപോയി എന്നുള്ളതല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെലവഴിക്കുന്ന ഏറ്റവും മികച്ച ദിവസങ്ങളായിരിക്കും. ഇത് നിങ്ങളെക്കുറിച്ച് പഠിക്കാനാണ്, നിങ്ങളുടെ മനസ്സിനെക്കുറിച്ച് പഠിക്കാനാണ്. ഞാനിവിടെ വരുമ്പോൾ സാറ് പറഞ്ഞതുപോലെ എൻ്റെ മനസ്സ് പാഴ്ചെടികൾ വളർന്ന ഒരു ഭൂമിയായിരുന്നു. ഇപ്പോൾ അത് മാറി നല്ല വിത്തുകൾ മുളച്ച നല്ല കൃഷിഭൂമിയാക്കാൻ പറ്റി, നല്ല ക്ലാരിറ്റി കിട്ടി, പോസിറ്റീവ് എനർജി. സാറ് അവിടെ നിന്ന് നടന്നു വരുമ്പോൾ എന്ത് സൈലൻ്റാണ്! ഇങ്ങനെ ഒരാളിൽ നിന്ന് എന്താ ഈ ഹാളിൻ്റെ ഉള്ളിൽ സിംഹഗർജനം എന്ന് പറയുന്നത്, അത്രയും പവർ, എനർജി. പിന്നെ സാറിൻ്റെ വാക്കുകൾ ഹാർട്ടിലേക്കാണ് ടച്ച് ചെയ്യണത്. ഇവിടുന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു അനുഭവം എൻ്റെ ഫാമിലീനെ ഹാപ്പി ആക്കാനും എൻ്റെ ബിസിനസ്സിനെ ഹൈ ലെവലിലേക്ക് ആക്കാനും ഞാൻ യൂസ് ചെയ്യും. ഇങ്ങനെ ഡയറക്റ്റായിട്ട് വന്ന് ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ ഒരുപാട് വർഷത്തെ ഒരു ആഗ്രഹമാണ് ഇന്നലെ നടന്നത്. പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ട്, ഞാൻ ഒരു തൃശ്ശൂർക്കാരനാണ്, തൃശ്ശൂർ പൂരത്തിന് ഇന്നലെ സാമ്പിളായിരുന്നു, ഇന്ന് മെയിൻ വെടിക്കെട്ടായിരുന്നു. പടയെന്നാണ് പൊട്ടിയിരുന്നത്. നമുക്ക് ഇരിക്കാൻ പോലും സമയം ഉണ്ടായിരുന്നില്ല അവിടെ. അത്ര അധികം എനർജിയാണ് സാറ് തന്നത്. ഇന്നലെ 10 മണി മുതൽ ഇന്ന് ഈ ടൈം വരെ, ഇന്ന് 7 മണി വരെ ഒരേ എനർജിയിൽ, ഒരേ പവറിൽ സാറ് കൺവേ ചെയ്ത മെസ്സേജ്, സാറ് കൺവേ ചെയ്ത എനർജി നമ്മുടെ ഉള്ളിലേക്ക് വന്നു. നമ്മൾ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ തന്നെ ഖസാക് സാറിൻ്റെ ആ വിളിയിലൂടെ മാത്രമേ നമുക്കിവിടെ എത്താൻ കഴിയൂ. അത് നമ്മുടെ യൂണിവേഴ്സലിൻ്റെയും ഖസാക് സാറിൻ്റെയും ഒരു ശക്തിയുടെ ഫലമാണ്. നമുക്കിവിടെ ഇന്ന് എല്ലാവരും കൂടി ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് വളരെ ഭംഗിയായി, സന്തോഷമായി, അറിവുകളുടെ കൂമ്പാരമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കുറേ കാലമായി ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സാറിൻ്റെ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം. അപ്പോൾ ഇന്നത് വളരെ സാധിച്ചു. പിന്നെ ഇതുപോലെ മറ്റുള്ള ട്രെയിനിങ്ങുകളൊക്കെ കുറേ 2-3 ട്രെയിനിങ്ങുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വ്യത്യസ്തമായിട്ട് എന്തൊരു പവർ എനിക്ക് കിട്ടിയതുപോലെ തോന്നുന്നുണ്ട് ഈ ക്ലാസ്സിൽ. മറ്റുള്ള ക്ലാസ് ഉപരിയായിക്കൊണ്ട് എന്താ അറിയില്ല, എന്തൊരു ആ വേർഡ്സിൻ്റെ എന്തൊരു ശക്തിയോ എന്തോ അറിയില്ല, ഒരു പ്രത്യേക പവർ എനിക്കൊരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ എനിക്ക് നിങ്ങളോടെല്ലാവരും പറയാനുള്ളത്, ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തപ്പോഴും കുറേ ആളുകൾ ഇവിടേക്ക് വരുന്നത് എന്താ വെച്ചാൽ, സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക, വീട്ടിൽ പോവുക, അപ്പോൾ തന്നെ ഞങ്ങളുടെ ബിസിനസ് 100% വിജയിക്കും, അല്ലെങ്കിൽ എനിക്ക് റാങ്ക് കിട്ടും, ഇങ്ങനെയൊക്കെയുള്ള ഓരോ പ്രതീക്ഷകളാണ്. പക്ഷേ സാറ് പറഞ്ഞതൊന്നും തന്നെ ആരും ചെയ്യില്ല. പിറ്റേ ദിവസം തൊട്ട് സാറ് പറഞ്ഞ ഗുണം കിട്ടണം, അങ്ങനെ ആർക്കും കിട്ടാൻ പോകുന്നില്ല. കിട്ടണം എന്നുണ്ടെങ്കിൽ സാറ് പറഞ്ഞത് എന്താണെന്ന് ഇന്നും ഒരു ദിവസം കൊണ്ട് നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ കുറച്ച് ദിവസം അത് മെൻ്റലി ആലോചിച്ച് മനസ്സിലാക്കി അതെന്താണെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി ചെയ്തു തുടങ്ങിയാൽ സാറ് പറഞ്ഞോണം 90 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു 50% നമ്മളെത്തും. അതെത്തും എന്നുള്ളതിന് ഒരു തെളിവാണ്. നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടാവും, പക്ഷെ ലക്ഷ്യത്തിന് വേണ്ടി എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത് നമുക്ക് പലപ്പോഴും അറിയണ്ടാവില്ല. ഇപ്പൊ ഈ ക്ലാസ് കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളിലേക്ക് കിട്ടി, പക്ഷെ ഒരുപാട് പ്രാക്ടീസുകൾ സാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ കറക്റ്റ് ആയിട്ട് ആ പ്രാക്ടീസിലൂടെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിജയത്തിലെത്താൻ പറ്റും. കാരണം ഫസ്റ്റ് സെൽഫ് മാസ്റ്ററി ഞാൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എന്റെ ഗോൾസ് എന്താണെന്നുള്ളത് ഞാൻ അവിടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ എനിക്ക് ആ ഒരു ഗോൾസിലൂടെ ഇപ്പം നീങ്ങാൻ പറ്റിയിട്ടുണ്ട്. ഇനിയും ഞാൻ ഉയരത്തിലേക്ക് എത്തുമെന്ന് എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട്.